നാവടക്കാത്തതിന്റെ ഫലം. ഹിമാലയത്തിന്റെ താഴ്വരയിലെ കുളത്തിലാണ് ആമ കഴിഞ്ഞിരുന്നത്. അവിടെ ഇര തേടി വന്ന 2 അരയന്നങ്ങൾ ആമയുടെ ചങ്ങാതിമാരായി. അവർ ഒരു ദിവസം ആമയോട് പറഞ്ഞു, കൈലാസത്തിലെ മാനസ സരസിലാണ് ഞങ്ങൾ പാർക്കുന്നത്. നീ അവിടേക്ക് വരുന്നോ? കൂടെ അവിടുത്തെ സുഖഭോഗങ്ങളെ കുറിച്ചുള്ള വർണ്ണനയും. അതുകൂടി കേട്ടപ്പോൾ പോയേ തീരൂ എന്നായി ആമയ്ക്ക്. അവൻ ചോദിച്ചു, പക്ഷേ ഞാൻ എങ്ങനെയാണ് അത്രയും ദൂരം സഞ്ചരിക്കുക? അത് സാരമില്ല, നിന്നെ കൊണ്ടുപോകുന്ന കാര്യം ഞങ്ങളേറ്റു. അവർ ഉറപ്പു കൊടുത്തു. അരയന്നങ്ങൾ ബലമുള്ള ഒരു കമ്പെടുത്തു. ആമയോട് അതിന്റെ നടുവിൽ മുറുക്കെ പിടിച്ചിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ കമ്പിന്റെ 2 അറ്റവും അവരും കടിച്ചു പിടിച്ചു. പിന്നെ പറന്നുയർന്നു. അങ്ങനെ കുറേ ദൂരം പോയി വാരണാസി നഗരത്തിന് മുകളിലെത്തി. അവിടുത്തെ അങ്ങാടിയുടെ മുകളിലൂടെ പറന്നപ്പോൾ ഈ കാഴ്ച കണ്ട് താഴെ നിന്ന തെരുവു പിള്ളേർ അത്ഭുതപ്പെട്ട് ആർത്ത് ചിരിച്ചു. 2 പക്ഷികൾ ഒരാമയെയും തൂക്കി പറക്കുന്നു. എല്ലാവർക്കും അത്ഭുതമായി. ഈ ബഹളം കേട്ട് ആമയ്ക്ക് സഹിച്ചില്ല. എന്റെ കൂട്ടുകാർ എന്നെ കൊണ്ട് പറക്കുന്നതിന് നിങ്ങൾക്ക് എന്താ ഛേദം? അത് ചോദിക്കാൻ ആമ വാ പൊളിച്ചതും ധും. കൊട്ടാരത്തിന്റെ കാൽത്തളത്തിൽ വീണതും ഒരുമിച്ചായിരുന്നു. രാജാവായ ബ്രഹ്മദത്തനും മന്ത്രി ബോധിസത്വനും കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലിരുന്ന് ഇതെല്ലാം കാണുകയായിരുന്നു. അവർ കൽത്തളത്തിലേക്ക് വന്നു നോക്കി. ആമ ചതഞ്ഞ് ചിന്നി ചിതറിക്കിടക്കുന്നു. അത് കണ്ട് ബോധിസത്വൻ പറഞ്ഞു, നാവടക്കാത്തവർക്ക് ഇങ്ങനെ ഇരിക്കും.